ഗണേഷ്, ഇപ്പോൾ കേരളത്തിനെതിരെ കള്ളക്കഥകൾ ഈ രൂപത്തിൽ നേരത്തെയും ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു. അതിൻ്റെ കള്ളക്കണക്കുകൾ പല രാഷ്ട്രീയ നേതാക്കളും ഇവിടെ ഉന്നയിച്ചു. പക്ഷേ കോടതിയിൽ അത് തെളിയിക്കാനായില്ല. ലവ് ജിഹാദ് അങ്ങനെയൊന്നും ഇല്ല എന്ന അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയിൽ സാക്ഷ്യം പറയുകയും കോടതി അങ്ങനെ ഒരു അനുമാനത്തിലെത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇങ്ങനെയുള്ള കള്ളക്കഥകൾ, കോടതി നിരാകരിച്ച യഥാർത്ഥ കണക്കുകളില്ലാത്ത പെരുപ്പിച്ച കഥകളുമായി നിങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ മൂന്നുണ്ടല്ലോ, 32,000 അല്ലല്ലോ എന്ന് പറയുമ്പോൾ 32,000 മൂന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? അല്ല, ഇവിടെ എല്ലാവരും കേരളത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് ഇവരാരും പറയുന്നില്ലല്ലോ. ഞാൻ നേരത്തെയും സൂചിപ്പിച്ച ചോദ്യം അതാണ്. IS-ലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് IS-ലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടത്? IS-ലേക്ക് പോയ കുട്ടിയുടെ അമ്മ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണല്ലോ, നമ്മളെല്ലാവരും ചാനലുകളിലൂടെ കേട്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് ഇവർ പറയുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇങ്ങനൊരു സംഭവം ഉണ്ടായ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കാര്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമ കാണുന്നത്. അതാ പിന്നെ സിനിമാ പ്രവർത്തകരുടെ ആവിഷ്കാരത്തിനനുസരിച്ചുള്ള സിനിമയാണ്. പൊടിപ്പും തൊങ്ങലും വെച്ച് വലുതാക്കി ഭയപ്പെടുത്തി അവതരിപ്പിക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമില്ലേ? എന്തുകൊണ്ടാണ് BJP മാത്രം ഈ സിനിമയ്ക്ക് പിന്നിൽ നിൽക്കുന്നത്? ഈ സിനിമ കാണട്ടെ എന്ന തീരുമാനം BJP എടുക്കുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആ സംവിധായകന് വിടുകയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾ ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ടാക്സ് എക്സംഷൻ കൊടുക്കുകയാണ്, അല്ലാത്ത സംസ്ഥാനങ്ങളെ വിമർശിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് നിങ്ങളുടെ താല്പര്യം ഇതിൽ? ഒന്ന് പറയൂ. അല്ല, എന്തുകൊണ്ടാണ് മീശ നോവല് കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടത്? ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരും ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരും ഒക്കെ മീശ നോവലിനെ വളരെ പ്രകീർത്തിച്ച് കൊണ്ടുപോയത് എന്തുകൊണ്ടായിരുന്നു? എന്തായിരുന്നു അതിനുള്ള കാരണം? കാരണം എന്താണ്? ഇവിടുത്തെ ഹിന്ദു വിശ്വാസങ്ങളെ, ഹിന്ദു ആരാധനാ രീതികളെ ഇല്ലാതാക്കുക. അത് തന്നെയാണല്ലോ ഞാൻ പറയാം എന്തായിരുന്നു മീശ നോവലിനെതിരെ ഇവിടുത്തെ കമ്മീഷണർ സിനിമയിൽ, രഞ്ജി പണിക്കരുടെ കമ്മീഷണർ സിനിമയിൽ അമൃതാനന്ദമയി ദേവിയെ ഉള്ള രൂപത്തെ കുറിച്ചിട്ട് അവർ പറയുന്നത്, ഇവിടുത്തെ എന്താ പറയുക, കഞ്ചാവ് കടത്തുന്ന ആ കാലഘട്ടത്തിൽ വളരെ ഇതായിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ, അങ്ങനത്തെ ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു ആചാര്യന്മാരെയും ഒക്കെ ഇങ്ങനെ എതിർക്കുന്നത്, എന്താ പറയുക, അവരെ ചീത്ത ആളുകളായി മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? മീശ മാത്രമല്ല, കേരളത്തിൽ എത്ര സംഭവങ്ങൾ. മീശ മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത്, മീശയിൽ എന്തായിരുന്നു? നിങ്ങൾ ആഘോഷിക്കപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? പറഞ്ഞോളൂ. ആഘോഷിച്ചതും കൊണ്ടുവന്നൊക്കെ നിങ്ങളല്ലേ? ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. മീശയുമായി ബന്ധപ്പെട്ട് ഇല്ലില്ല, അങ്ങനെ ആരാധനാക്രമത്തെയൊന്നും അപമാനിക്കുന്നൊന്നുമില്ല. ഇല്ല. അമ്പലമുറ്റത്ത് നിന്ന്, ഇപ്പൊ ഞാനിനി പറഞ്ഞ് നിങ്ങൾക്ക് ഇനി അത് ഉണ്ടാക്കാനല്ലേ, അമ്പലമുറ്റത്ത് നിന്ന് കമന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തിനാണ് ബാക്കി പറയുന്നത്? അമ്പലമുറ്റത്ത് നിന്ന് സ്ത്രീകളുടെ സൗന്ദര്യം ആരാധിക്കാനൊക്കെ അമ്പലമുറ്റത്ത് വന്നിരിക്കുന്ന യുവാക്കളൊക്കെ ഉണ്ട്. അതിനെ വലുതാക്കി നിങ്ങൾ അതിനെ വലുതാക്കി. പള്ളിമുറ്റത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ വലുതാക്കി വേറൊരു രൂപത്തിലാക്കി. എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ ഗണേഷ്. ഇവിടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതൊക്കെ നല്ല രൂപത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഗണേഷ്. അതൊക്കെ അതിനെയൊക്കെ വിമർശിച്ച് നമ്മൾ എത്ര ചർച്ചകൾ നടത്തി ഗണേഷ്. അതിനെയൊക്കെ വിമർശിച്ച് എത്ര ചർച്ചകൾ നടത്തി. ഇവിടെ കൈവെട്ടുന്ന കാര്യമല്ലല്ലോ പറയുന്നത്. നിങ്ങൾ 32,000 മൂന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് ആവർത്തിക്കുമ്പോൾ, അത്തരം സിനിമകൾ എല്ലാവരും കാണണമെന്ന് നിശ്ചയിക്കുമ്പോൾ, അത് കേരള വിദ്വേഷമല്ല എന്ന് പറയുമ്പോൾ അതൊന്ന് വിശദീകരിക്കേണ്ടി വരും. അല്ല, ഞാനതാ പറഞ്ഞത്. നിങ്ങൾക്ക് പേടിയാണ്. ജോസഫ് മാഷിനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ്. ഇന്നത്തെ വാർത്തയല്ലേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗണേഷ്? ഇപ്പോഴത്തെ വാർത്ത എന്താണ്? ഇന്നത്തെ വാർത്ത എന്താണ്? ഇപ്പോൾ ദൂരദർശനിൽ
കേരള സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, സംപ്രേഷണം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, സിനിമ കാണുന്നു, ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാണിക്കട്ടെ. കൈവെട്ടിയത് വിധി വന്നപ്പോഴും വിധിക്ക് മുമ്പും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. താങ്കൾ പറയൂ, ലവ് ജിഹാദ് ഉണ്ട് എന്ന് നിങ്ങൾ ഇപ്പോഴും പറയുകയല്ലേ? കണക്കുമില്ല, കോടതിയും തള്ളി, അന്വേഷണത്തിലും തെളിഞ്ഞു, എന്നിട്ടും നിങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയുകയല്ലേ? അപ്പോൾ നിങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന്. കേരള ഹൈക്കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന്. കേരള ഹൈക്കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന്. താങ്കൾ അറിഞ്ഞില്ലേ? കേരള ഹൈക്കോടതി പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല എന്ന്. അപ്പൊ താങ്കൾക്ക് ഇതേക്കുറിച്ച് വിവരമില്ലെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? താങ്കൾക്ക് ഇതേക്കുറിച്ച് വിവരമില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗണേഷ്. പഠിച്ചിട്ട് വരും. എന്റെ വിവരത്തെ നിങ്ങൾ ശ്രുതി പരിശോധിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ നോക്കിക്കോളാം. ശ്രുതി ആ കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട. ഹൈക്കോടതി പറഞ്ഞ കാര്യമല്ലേ പറയുന്നത്? ഹിന്ദു പെൺകുട്ടികളെ ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ലവ് ജിഹാദ് എന്നൊരു പ്രയോഗം, ആ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. കേരളത്തിൽ കേരളത്തിൽ ഹൈക്കോടതി പറഞ്ഞു എന്നതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത കാര്യത്തിൽ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, കേരളത്തിൽ ഹൈക്കോടതി പറഞ്ഞതുകൊണ്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ലാതായി മാറുമോ? കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. ഇവിടെ പോലീസ് സംവിധാനം അന്വേഷിക്കുകയും അങ്ങനെ ഒന്നുമില്ലാന്ന് കണ്ടെത്തുകയും കോടതിയിൽ അത് തെളിയുകയും ചെയ്തതാണ്. എന്താ നിങ്ങൾ തെളിയിക്കുന്നേ? ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുന്നേ? നിങ്ങൾ വെറുതെ കള്ളക്കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിയിക്കണ്ടേ? കേരളത്തിലെ നിരവധിയായ പെൺകുട്ടികൾ ഒരു കള്ളക്കണക്കല്ല. ഇവിടെ IS-ലേക്ക് പോയത് കള്ളക്കണക്കാണെന്ന് പറയുന്ന ആൾക്കാരല്ലേ? IS-ലേക്ക് പോയതിന്റെ കണക്കൊന്ന് പറയൂ. അല്ല, IS-ൽ പോയതിന്റെ കൃത്യം കണക്ക് പറയൂ ഗണേശ്. ഈ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകാതെ കൃത്യം കണക്ക് ഗണേശ് പറയൂ. എന്നെക്കാട്ടും നന്നായിട്ട് സ്മൃതിക്ക് അറിയാലോ. അതെ, ഇവിടെ അന്വേഷണ ഏജൻസികളുടെ മുന്നിലുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അന്വേഷണ ഏജൻസികൾ നടത്തിയ കണക്കുകളിൽ സ്മൃതി കേൾക്കട്ടെ. സ്മൃതി എന്നെക്കാട്ടും വിവരമുള്ള ആളാണ്. അതെ, അന്വേഷണ ഏജൻസികൾ നടത്തിയ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാ കേൾക്കട്ടെ. അന്വേഷണ ഏജൻസികൾ നടത്തിയ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കണക്ക് 100, 120 ഒക്കെ ഉള്ളൂ. ഓരോ വർഷങ്ങളുടെയും കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ചോദിക്കുന്നത് അതെ, 100, 120 ആകെ വർഷങ്ങളുടെ കണക്കാണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? അത് പെൺകുട്ടികളെ കണക്കല്ല. അത് ഈ പറയുന്ന പെൺകുട്ടികളെ കൊണ്ടുപോയ കണക്കല്ല. ഞാനത് അല്ല, പെൺകുട്ടികളും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവിടെ എന്തിനാ പോകുന്നത്? IS-ലേക്ക് എന്തിനാ പോകുന്നത്? അവിടെ എന്താ ഉദ്ദേശം? അവിടെ പോയിട്ട് അവിടെ കൃഷി നടത്താൻ പോവല്ലോ. കൃഷി നടത്താൻ പോയതല്ലല്ലോ അഫ്ഗാനിസ്ഥാനില്. ഇന്ത്യക്കെതിരെ, ഇവിടുത്തെ ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അല്ലേ? ഇവിടെ തടിയൻവിട നസീർമാർ ഈ കേരളത്തിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? ഇവിടെ അല്ലേ? യുദ്ധം ചെയ്യാനാണോ? വിവരം കൂടുതൽ യുദ്ധം ചെയ്തോ? യുദ്ധം ചെയ്തതിന്റെ തെളിവുകൾ എന്താണ്? യുദ്ധം ചെയ്യാൻ തെളിവുകൾ എന്താണ്? ഇല്ല. അയ്യോ, ഹൈക്കോടതി അല്ല, കോടതിയിലാണ്. ഈ കോടതി വെറുതെ വിടുമോ? ഗണേഷ് 2014 മുതൽ 18 വരെയുള്ള കാലത്ത് പറയുന്ന കേൾക്കൂ. 2014 മുതൽ 18 വരെയുള്ള കാലത്ത് IS-മായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായ കണക്കാണ്, കേരളമല്ല. ഇന്ത്യയിലുണ്ടായ കേസുകൾ വെറും 180-നും 200-നും ഇടയ്ക്കാണ്. ഇന്റർനെറ്റ് വഴി ആശയപ്രചാരണം നടത്തിയവരും പശ്ചിമേഷ്യയിൽ പോകാൻ ശ്രമിച്ചവരും കൂടി ഉൾപ്പെട്ട കണക്കാണത്. ഇന്ത്യൻ ആഭ്യന്തര വകുപ്പിന്റെ കണക്ക് വെറും 185. ആരുടെ കണക്ക്? ആഭ്യന്തര വകുപ്പിന്റെ കണക്ക്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.